ഞങ്ങൾ എന്നാ ധ്യാനത്തിന് പോയത് ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. ഓഗസ്റ്റ് 2 ശനിയാഴ്ച എന്ന് കേട്ടുകഴിഞ്ഞാൽ മലയാളികൾ മോഹൻലാലിന്റെ ധ്യാന ദിവസം എന്നായിരിക്കും ഓർക്കുക. അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത, അത് ഈ സാക്ഷാൽ മുത്തുപോകന്റെ ജന്മദിനം കൂടിയാണ് ഓഗസ്റ്റ് 2. ഇന്ന് ഓഗസ്റ്റ് 2 ശനിയാഴ്ച, മുത്തുപോകന്റെ ജന്മദിനം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒന്ന് ആശംസിക്കാനുള്ള ഒരു മുട്ടൽ നിങ്ങളിൽ കലച്ചിലായിട്ടില്ലേ? സാമാന്യ മര്യാദയുടെ പേരിൽ അങ്ങനെയാണല്ലോ, ഒരാൾ വാവിട്ട് പറയുകയാണ് ജന്മദിനമാണ് എന്ന് വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുനടപ്പാണ് മറുപടിയായി ജന്മദിനം ആശംസിക്കുക എന്നുള്ളത്. ദയവായിട്ട് ഒരല്പമെങ്കിലും സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ എന്നോടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും ജന്മദിനാശംസ എനിക്ക് നൽകരുത്. കാരണം ജന്മദിനത്തെ ഞാൻ വല്ലാതെ ആസ്വദിക്കുന്ന ഒരാളോ ആഘോഷിക്കുന്ന ഒരാളോ അല്ല. അല്പം ആശങ്കയോടുകൂടി മാത്രമേ എനിക്ക് ജന്മദിനത്തെ കാണാനും സാധിക്കുള്ളൂ. കാരണം ജന്മദിനം എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് ആഘോഷിക്കാൻ കൊള്ളാവുന്ന ഒരു ദിനമായിട്ടല്ല, പകരം ഒരു വയസ്സുകൂടി നമ്മുടെ പ്രായശേഖരത്തിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു ദിനമാണ് ജന്മദിനം. നമ്മളെ വാർദ്ധക്യത്തിലേക്ക് അല്പം കൂടി അടുപ്പിക്കും, നമ്മളെ മരണത്തിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കും. ഇതൊക്കെയാണല്ലോ ജന്മദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജന്മദിനം എനിക്ക് ഒരു തരത്തിലും ആഘോഷിക്കാൻ കൊള്ളാവുന്ന, സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരു ദിനമല്ല. അതുകൊണ്ട് ദയവായി ആരും ജന്മദിനാശംസ പോങ്ങനെ തരരുത്. ഞാൻ പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന് ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തീരുമാനം എടുത്തിരുന്നു. പ്രത്യേകിച്ച് വരണ്ട വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കണ്ട, അങ്ങനെ ഒരു പിറന്നാൾ സ്വൈര്യം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇന്ന് പ്രത്യേകിച്ച് കടുത്ത കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്ന് മാത്രമല്ല, ഒന്നും തന്നെ സംസാരിക്കാൻ കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയല്ല. പിറന്നാൾ മാത്രമല്ല ആഘാതത്തിന് കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഡോക്ടർ ഹാരിസിന്റെ കരച്ചിൽ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഈ സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതുപോലൊരു കരച്ചിൽ കരഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വ്യക്തികളെ സംബന്ധിച്ചൊന്നും നമുക്ക് പറ്റില്ല ചെയ്യാൻ. മാധ്യമപ്രവർത്തകർ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു വാർത്തയായി അതിനെ അവതരിപ്പിച്ചു. സമൂഹത്തിൽ ഒരു ചലനവും ആ കണ്ണുനീരുണ്ടാക്കിയില്ല. അത് എനിക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി, കുറച്ച് പ്രയാസം ഉണ്ടാക്കി. എത്ര കെട്ട നാടാണ് നമ്മുടേത്. എങ്ങനെ നമുക്ക് പരിഷ്കൃത ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എന്ത് ധൈര്യമാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ കാണിക്കുന്നത് അല്ലേ? ഈ സമൂഹത്തിനോട് എന്തു വിലയാണ് അവർക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തൊലി ഉരിഞ്ഞു പോവില്ലേ? ശരിക്കും ഡോക്ടർ ഹാരിസ് അല്ല, നമ്മൾ ഓരോരുത്തരുമാണ് കരയേണ്ടത്. അഭിമാനമുള്ളവരാണ് തലകുനിച്ച് കരയേണ്ടത്. എത്രത്തോളം വില വെക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അടിമബുദ്ധരായിട്ടുള്ള അന്തം കമ്മികൾ ഈ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എന്താണ് ഇവരുടെ യോഗ്യത എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ചോദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതികേട് ഡോക്ടർ ഹാരിസിനുണ്ടാകും. അദ്ദേഹത്തിന് കണ്ണ് നിറയേണ്ടി വരുമോ? പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നുള്ളത് കൊണ്ടല്ലേ? ഒരാലോചനയുമില്ലാതെ പാർട്ടി എന്തു പറഞ്ഞാലും അതനുസരിക്കും, പാർട്ടിക്ക് വേണ്ടി ജീവിക്കും, പാർട്ടിക്ക് വേണ്ടി മരിക്കുമെന്ന് പറയുന്ന ആളുകൾ, അത്രയും മണ്ടന്മാരായ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അത് സംഭവിച്ചത്? എന്ത് യോഗ്യതയാണ് ആ വ്യക്തിക്ക്? ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ആ വ്യക്തിക്കുള്ളതെന്ന് ആരെങ്കിലും ഒന്ന് ആലോചിച്ചോ? ഇല്ല. അതെല്ലാമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഒന്ന് തലയുയർത്തി തെരുവിലൂടെ ഒന്ന് നടക്കാൻ പറ്റും ഒരു മനുഷ്യൻ എന്ന നിലയിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ സേവിക്കേണ്ടവർ, കൂപ്പുകൈകളോടെ നമ്മളുടെ മുന്നിലൂടെ നടന്നു പോകേണ്ടവർ, നമ്മളെ ഭരിച്ച് രസിച്ച് നിങ്ങളൊക്കെ വെറും കീടങ്ങളാടാന്ന് പറയുന്ന പ്രഖ്യാപനത്തോടുകൂടി വെളിവിന്റെ അംശമുള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മണ്ടത്തരം, മണിപ്രവാളം മൊഴിയുന്ന മഹത്തായിട്ടുള്ള ഭാവങ്ങളോടുകൂടി ഈ പെണ്ണും പിള്ള മാധ്യമ ധർമ്മക്കാരി എന്ന നിലയിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ബഹുമാനവും തോന്നിയിട്ടില്ല. എന്തെങ്കിലും കാമ്പോ കഴമ്പോ ഉള്ള മണ്ടയാണ് ആ കഴുത്തിന് മുകളിൽ, മുഖത്തിന് പിന്നിലായി ഉള്ളത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കഷ്ടമാണ് കാര്യങ്ങൾ. എനിക്ക് തലതെല്ലിച്ചാവാൻ തോന്നി. ഞാനൊരു പാമ്പല്ലാതെ പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എന്താ ഞാൻ ഇന്ന് പറയേണ്ടതെന്ന് ആലോചിച്ചു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സങ്കടമുണ്ടെന്ന് പറയുന്നത് വെറുതെ പറയല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഞാൻ പൊതുവെ അതിവൈകാരികമായിട്ട് നമ്മുടെ ജീവിതത്തെ കാണുന്ന ഒരാളാണ്. ഈ ഭൂമിയിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിവൈകാരികമായിട്ട് കാണുക മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഒരു അന്യതാബോധത്തോടു കൂടിയാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടേത് മാത്രമാണ് എന്നുള്ള വിചാരമല്ല. ശരിക്കും ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചുപോയവർക്കും ജനിക്കാനിരിക്കുന്നവർക്കുമാണ് ഈ ഭൂമിക്ക് മേൽ കൂടുതൽ അവകാശം. ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ എന്ന് പറയുന്ന ഒരു തോന്നലാണ്. കാരണം ഈ ഭൂമി മരിച്ചവരുടേത് കൂടിയാണ്, ഉറപ്പായും ജനിക്കാനിരിക്കുന്നവർക്ക് കൂടിയുള്ളതാണ്. സ്വാഭാവികമായും ജീവിച്ചിരിക്കുന്ന നമ്മൾ കുറേ ഉത്തരവാദിത്വങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഒരു നിശ്ചിത കാലം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടും. ഭൂമിക്കും ഉപദ്രവം ഉണ്ടാവരുത്, സഹജീവികൾക്കും ഉപദ്രവം ഉണ്ടാവരുത്, പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവരുത്, നമ്മളൊന്നും പ്രകൃതി വിരുദ്ധരാവരുത് എന്ന് പറയുന്ന ഒരു ചിന്തയോടുകൂടി ജീവിക്കാൻ തുടങ്ങിയ കാലം മുതൽ, എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ എനിക്ക് എവിടുന്നോ ഇങ്ങനൊരു ചിന്ത കടന്നു വന്നു. അതുകൊണ്ട് എപ്പോഴും ഒരു അന്യതാബോധമാണുള്ളത്. ആകാശം നോക്കി നടക്കുക, വെറുതെ പ്രകൃതിയിൽ കണ്ണു നട്ടിരിക്കുക,
വെറുതെ നടക്കുക, വെറുതെ വണ്ടി ഓടിക്കുക, വെറുതെ ജീവിക്കുക. എത്ര പ്രയാസം വന്നാലും, എത്ര സങ്കടം വന്നാലും, എത്ര കഷ്ടപ്പാടുകൾ വന്നാലും, എത്ര ദാരിദ്ര്യം വന്നാലും, എത്ര തന്നെ ഇല്ലായ്മകൾ ഉണ്ടായാലും, വല്ലായ്മകൾ വന്നാലും, കഷ്ടപ്പാടുകളായാലും, എനിക്ക് അതെല്ലാം ഇഷ്ടപ്പാടുകൾ മാത്രമാണ്. എല്ലാ പ്രശ്നങ്ങളും. കാരണം ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും സങ്കടം തന്നെയാണ് അധികരിച്ച് നിൽക്കുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ദുഃഖങ്ങളായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച്. കുറച്ച് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജീവിതം എപ്പോഴും അങ്ങനെയാണ്. പ്രതിസന്ധികളും അതിജീവന പരിശ്രമങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ ജീവിതം സ്നേഹിച്ചും സഹകരിച്ചും സഹവസിച്ചുമാണ് തീർക്കേണ്ടതെന്ന് പറയുന്ന ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഒരു അന്യതാബോധത്തോടു കൂടി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് കുറേയൊക്കെ സംസാരിക്കണമെന്നുണ്ട്, എനിക്ക് നന്നായി സംസാരിക്കാൻ തോന്നുന്ന ഒരു സമയവുമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. ഡോക്ടർ ഹാരിസിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉള്ളിലൊരു അപമാനത്തിൻ്റെ പൊള്ളൽ തീർക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യമല്ല, അത് സത്യമാണ് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലത്താണ് ഡോക്ടർ ഹാരിസിനും നമുക്കുമൊക്കെ ജീവിക്കാൻ പറ്റുന്നത്. പക്ഷേ ആ കാലത്തെ കെട്ടകാലമാക്കുന്നവരുടെ കൂടെ നമുക്ക് ഉണ്ടാവാതിരിക്കാം എന്ന് പറയുന്ന ഒരു ആഗ്രഹമോ പരിശ്രമമോ അതിനായിട്ടുള്ള ചെറിയൊരു ചുവടുവയ്പ്പെങ്കിലും നടത്തണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട്, എനിക്ക് ആരോടും വിരോധമില്ല, ശത്രുതയില്ല, കുറേ പേരോട് വിയോജിപ്പുകളുണ്ട്. അത് വ്യക്തിപരമല്ല, തീർച്ചയായിട്ടും മനോഭാവത്തിൽ. മനുഷ്യരെ ഞാൻ മനോഭാവം കൊണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചിലരുടെ മനോഭാവം എനിക്ക് അസഹനീയമായി തോന്നിയതുകൊണ്ട് പലരോടും എനിക്ക് വിയോജിപ്പുകളുണ്ട്. ആരോടും വിരോധമില്ല, വെറുപ്പില്ല. പോങ്ങനെ കേൾക്കാൻ സന്മനസ് കാണിക്കുകയും അതിനായി സമയം നീക്കിവെക്കുകയും ചെയ്യുന്ന എല്ലാ സഹജീവികളോടും തീർച്ചയായിട്ടും എനിക്ക് വലിയ സ്നേഹമുണ്ട് എന്നും ഞാൻ എപ്പോഴും കൃതജ്ഞതയുള്ള ആളായിരിക്കുമെന്നും എനിക്ക് നിങ്ങളോടൊക്കെ കടപ്പാടുണ്ട് എന്നും എന്നെ കേൾക്കാൻ നിങ്ങൾ തരുന്ന സമയം എന്ന് പറയുന്നത് എൻ്റെ അതിജീവനത്തിന് കൂടിയുള്ള ഒരു പിന്തുണയാണ് എന്നുള്ള സത്യം നിങ്ങളുടെ മുന്നിൽ മറയ്ക്കാതെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. അതുകൊണ്ട് ജന്മദിനം പോകാൻ ആശംസിക്കാത്ത എല്ലാവരോടും സ്നേഹം. അല്പം വിരോധ ബുദ്ധിയോടുകൂടി ജന്മദിനം ആശംസിച്ചവരോട് യാതൊരു വിധത്തിലുമുള്ള വിരോധമില്ല. നിങ്ങൾക്കും സ്നേഹം മാത്രമേ എനിക്ക് നൽകാനുള്ളൂ. നിങ്ങളുടെ ജന്മദിന ആശംസകൾ അങ്ങനെ ആരെങ്കിലും അർപ്പിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അർപ്പിക്കാതിരിക്കാൻ കഴിയാതെ പോയ നിങ്ങളുടെ ആശംസ വളരെ സ്നേഹത്തോടുകൂടി തന്നെ സ്വീകരിച്ചുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. ബാക്കി നമ്മുടെ പതിവ് വർത്തമാനങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഡോക്ടർ ഹാരിസിന്റെ കണ്ണുനീരിന് കൃത്യമായ രീതിയിലുള്ള പകരം പ്രകൃതി ചോദിക്കും എന്ന് പറയുന്ന ആ കണ്ണുനീർ വീണ മണ്ണിൽ ആ കണ്ണുനീർ വീഴ്ത്തിയവളെ വീണവളാക്കി മാറ്റാൻ വേണ്ടുന്ന നീക്കം പ്രകൃതി നടത്തിക്കോളും എന്ന് പറയുന്ന ഉത്തമ വിശ്വാസത്തിന്റെ പുറത്ത് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം.